ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഷാബാൻ ദിവസം നമ്മളുണ്ടാക്കിയ കുറച്ച് ഫുഡിൻ്റെ റെസിപ്പീസായിട്ടാണ് കേട്ടോ. മെയിനായിട്ടുള്ളത് അന്നത്തെ ദിവസം ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റ് റൈസാണ്. അതിൽ എല്ലാത്തരം ഡ്രൈ ഫ്രൂട്ട്സുകളും നമുക്ക് ചേർക്കാം. ഞാനിവിടെ ചേർത്തത് ബദാം, അതുപോലെ തന്നെ ഉണങ്ങിയ കൊപ്ര, കാഷ്യൂ, കിസ്മിസ്, അതുപോലെ തന്നെ കുറച്ച് ഈന്തപ്പഴവും കൂടി ചേർത്ത് അതെല്ലാം ഒന്ന് നന്നായിട്ട് നെയ്യിൽ എടുത്തത് ഞാൻ ജീര റൈസാണ്. 1 ഗ്ലാസ് അരി ആണ് എടുത്തത്. അതൊന്ന് പദം വരും, ഒത്തിരി വെന്ത് പോകരുത് റൈസ്, ഒരു പദം വരുന്നത് പോലെ അല്ലേ വേവിച്ച് വെള്ളം വറ്റിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ നെയ്യ് തന്നെയല്ല, കുറച്ച് കുക്കിംഗ് ഓയിലും കൂടെ ഒഴിച്ചിരുന്നു കേട്ടോ. അതിനകത്ത് നമ്മുടെ കറുവാപ്പട്ട, ഏലക്ക, അതുപോലെ തന്നെ ഗ്രാമ്പും കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ചോറിട്ട് കൊടുക്കണം. ചോറൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉള്ള പഞ്ചസാര ഇട്ട് കൊടുത്ത് അതും കൂടെ ഇട്ട് നല്ലതുപോലെ പഞ്ചസാര നന്നായിട്ട് അതിലിഞ്ഞ് ചേർന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ ഈ സ്വീറ്റ് റൈസ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഉണ്ടാക്കിയതൊരു നെയ്ച്ചോറാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഗീ റൈസ്. ഞാൻ ഉണ്ടാക്കുന്ന പോലൊക്കെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത്, ഡിഫറൻസ് ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ ഫുഡ് ഇത്രയും ഉണ്ടാക്കിയതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇന്ന് നമ്മൾ ഒരു ഭാഗമല്ല 70% ഭാഗവും നമ്മൾ വെളിയിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെളിയിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം രാത്രിയിൽ ഞങ്ങൾ പോയി വെളിയിലുള്ള ആൾക്കാർ, അതായത് ഫുഡ് ആർക്കാണോ നീഡ്ഫുള്ളായിട്ടുള്ളത് അവർക്ക് കൊടുത്തു. അത് ഫുഡ് എല്ലാ വർഷവും ചെയ്യുന്നതാണ്. ഇതെൻ്റെ മദർ-ഇൻ-ലോ എന്നെ കാണിച്ചു തന്നതാണ്. എല്ലാ വർഷവും ഞങ്ങളിത് ചെയ്യാറുണ്ട് കേട്ടോ. ഇങ്ങനെ നെയ്ച്ചോറുണ്ടാക്കി ശേഷം ഉണ്ടാക്കിയത് ഒരു നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന റെസിപ്പീസൊക്കെ എല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടൊന്നാണ്. ഒരു മട്ടൻ കുറുമ ഉണ്ടാക്കി, അത് ഞാൻ പറഞ്ഞുതരാം. എണ്ണ ഒഴിച്ചു, സവോളയും പച്ചമുളകും ഒക്കെ കൂടെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. നന്നായിട്ട് അതൊന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മട്ടന്, ഞങ്ങളിവിടെ 2.5 കിലോ മട്ടനാണ് എടുത്തത്. മട്ടനും ഉപ്പും അതുപോലെ തന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും, ഈ സമയത്ത് ഞാൻ കുറച്ചധികം മല്ലിയിലയും പുതിനയും ചേർത്ത് കൊടുക്കും കേട്ടോ. നല്ലൊരു സ്മെല്ലാണ് ആ സമയത്ത്. നന്നായിട്ട് മട്ടൻ ഒരു നല്ല വേവായി കഴിയുമ്പോഴത്തേക്കുമാണ് ഞങ്ങൾ ഇതിനകത്തേക്ക് മസാലകൾ ചേർക്കുന്നത്. ആസ് യൂഷ്വൽ എല്ലാവരും ചേർക്കുന്നത് പോലെയുള്ള മസാലകളെല്ലാം, കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം തക്കാളിയും സവോളയും കൂടെ ഉള്ളൊരു പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഉലുവയിലയാണ്, നല്ല ഫ്രഷ് ഉലുവ ഇല. പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങും കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് വെന്ത് പരുവായിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കുറച്ച് കാഷ്യും കൂടെ കൂട്ടിയാട്ടോ ഞാൻ ഇതിനകത്ത് അരയ്ക്കുന്നത്. ഇതും കൂടെ ചേർത്ത് ഇളക്കി നല്ലതുപോലൊന്ന് സെറ്റാക്കി എടുക്കും. നമ്മുടെ ഫുഡൊക്കെ റെഡിയായി കേട്ടോ ഇവിടെ. അതിനുശേഷം ഇതൊക്കെ നമ്മൾ വെളിയിൽ കൊണ്ടുപോയി കൊടുക്കാനുള്ളത്, അതൊന്നും നമ്മൾ വീഡിയോസ് എടുക്കുന്നില്ല. അങ്ങനെയൊന്നും കാണിക്കുന്നത് തന്നെ തെറ്റാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എല്ലാവരുടെയും കാഴ്ചപ്പാട് അങ്ങനെ ആയിരിക്കത്തില്ല. ഒരു ടിപ്സ് ഞാൻ കാണിച്ചു തരുന്നത്, ഞാൻ ഇപ്പോഴാകട്ടെ ഇത് യൂസ് ചെയ്യാൻ തന്നെ. അല്ലെങ്കിൽ കിച്ചണിലൊക്കെ ഞാൻ സാധാ ടിഷ്യൂ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊരു യൂസ് ആൻഡ് ത്രോയാണ്, നമുക്ക് വാഷബിളായിട്ട് ഉപയോഗിക്കും 1-2 പ്രാവശ്യം കൂടെ. ഈ ടിഷ്യൂ എനിക്ക് നല്ലതായിട്ട് തോന്നിയത് കൊണ്ട് ഈ വീഡിയോസിലൊന്നും ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഇത് വാങ്ങിച്ച് യൂസ് ചെയ്യുക. കഴുകിയതിന് ശേഷം നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. ഞാനിതാണ് ഡൈനിങ് ടേബിൾ ഇപ്പോൾ തുടയ്ക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിൻ്റെ സ്ലാബൊക്കെ തുടയ്ക്കുന്നതിന് ഇതെടുക്കുന്നുണ്ട്. നല്ലതായിട്ട് എനിക്ക് തോന്നി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിക്കുക, ഉപയോഗിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.